ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാട് തന്നെ വളരെ മനോഹരമായ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ കൊല്ലങ്കോട് എന്നുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ. നാളെ പോത്തുണ്ടി ഡാമിന്റെ അവിടെ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ കൊല്ലങ്കോട് എന്നുള്ള ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. നെല്ലിയാമ്പതി കവർ ചെയ്ത് പിറ്റേ ദിവസം തന്നെയാണ് നമ്മൾ കൊല്ലങ്കോട് എന്നുള്ള സ്ഥലം കൂടി കവർ ചെയ്തത്. അപ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഉച്ച സമയം കാരണം. അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. ആ ഗ്രാമത്തിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് നമുക്ക് പലതരത്തിലുള്ള കൃഷികൾ കാണാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ ഒരു ചെറിയൊരു സ്പോട്ടായിരുന്നു ഇത്. പോകുന്ന പോക്കിലെല്ലാം നെല്ലിയാമ്പതി മലനിരകളും അതുപോലെ തന്നെ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളും തെളിഞ്ഞ ആകാശമൊക്കെ ആയിട്ട് വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഈ കൊല്ലങ്കോട് എന്നുള്ളത്. ചെറിയ ഗ്രാമമായതുകൊണ്ട് തന്നെ വീതി കുറഞ്ഞ റോഡുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അവധി ദിവസങ്ങളിൽ വലിയ ബ്ലോക്കുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ചെറിയ വാഹനത്തിൽ വരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവധി അല്ലാത്ത ദിവസങ്ങളിൽ വരാൻ കൂടുതൽ ശ്രമിക്കുക. മുന്നോട്ടുള്ള യാത്രയിൽ പലതരത്തിൽ നമുക്ക് കൃഷികൾ കാണാൻ പറ്റും. പ്രധാനമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന നെൽകൃഷി ആയിരുന്നു കേട്ടോ. എങ്കിലും വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയായിരുന്നു. കൊല്ലങ്കോട് വന്ന് ആദ്യമായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്ന സീതാരാംകുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ അങ്ങോട്ടായിരുന്നു. എൻട്രി ടിക്കറ്റ് എടുക്കുന്നത് നേരെ ഓപ്പോസിറ്റ് നമുക്ക് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലം കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുള്ളൂ. പ്രത്യേകമായിട്ട് വലിയ എമൗണ്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം കൂടി കാണാൻ പറ്റിയിട്ടാ. സീതാറാംകുണ്ട് എക്കോ ടൂറിസത്തിന്റെ ഉള്ളിൽ കയറാൻ ഒരാൾക്ക് 30 രൂപ ഉണ്ട്. വലിയ ആളുകൾക്ക്, കുട്ടികൾക്കാണെങ്കിൽ 20 രൂപ ഉണ്ട്. ടിക്കറ്റ് എടുത്ത് ഉള്ളിലോട്ട് കയറി അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ. കുറെ സ്റ്റെപ്പുകളൊക്കെ കയറാണ്ട്. അപ്പോൾ അത്യാവശ്യം ലോങ്ങി നടക്കാനുണ്ട്. കാൽമുട്ട് വേദനയുള്ളവർക്കൊക്കെ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാവും. മരങ്ങൾ ഒരുപാടുണ്ട്. എന്ന് കയറി നല്ല തണുപ്പ് ഉണ്ടാവണം എന്നില്ല. പാറകൾ ഉണ്ടായതുകൊണ്ട് ചൂടായിരുന്നു കൂടുതലായിട്ട് ഞങ്ങൾ പോയപ്പോൾ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മുന്നോട്ട് നടന്നു കയറുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയായിരുന്നു കേട്ടോ. സീതാറാംകുണ്ട് എക്കോ ടൂറിസത്തിന്റെ ഉള്ളിൽ പ്രകൃതിയിൽ അലങ്കരിച്ച് വളരെ മനോഹരമായ കാഴ്ച. പോകുന്ന ആളുകളും മനസ്സും ശരീരം ഒക്കെ വളരെ മനോഹരമായി സന്തോഷം തന്നെ തരുന്ന പല പല നല്ല കാഴ്ചകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമതായി പോയത് വളരെ മനോഹരമായി കൃഷി ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഇത് നമുക്ക് പോകുന്ന പോക്കിൽ തന്നെ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ റിട്ടേൺ വന്നതിന് ശേഷം ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ കയറാൻ എൻട്രി ടിക്കറ്റ് കിട്ടാം. ഒരാൾക്ക് 30 രൂപ തന്നെ ഏകദേശം വരുന്നത്. ഉച്ച സമയത്ത് നമ്മൾ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. വളരെ മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു കേട്ടോ ഈ നെൽകൃഷിയാൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഉള്ളിലോട്ട് കയറി നാനാ ഭാഗത്തേക്ക് നോക്കി നെൽകൃഷി കാണാൻ പറ്റും. അതിനെ മനോഹരമാക്കാൻ വേണ്ടി ചെടികൾ വെച്ചിട്ടുണ്ട്. അതിനെ മനോഹരമാക്കാൻ വേണ്ടി അതിൽ പൂവുകൾ ഉണ്ടായിട്ടുണ്ട്. മേലെ നോക്കി തെളിഞ്ഞ ആകാശവും ചുറ്റുഭാഗം നോക്കിയ നെല്ലിയാമ്പതി മലനിരകളും കൂടിയിട്ട് നല്ല കിടിലൻ ആംബിയൻസ് തന്നെയായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയാൽ നമുക്ക് കിട്ടുന്നത്. ഒരുപാട് ആളുകൾ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ നമ്മളൊരു കുടിലിടം കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. പോകുന്ന വഴി നമുക്ക് നെല്ലിയാമ്പതി മലനിരകൾ കാണാൻ പറ്റും. ഇതാണ് കേട്ടോ കുടിലിടം. ഒരുപാട് ആളുകൾ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചെറിയൊരു സ്പോട്ടാണ്. തൊട്ടപ്പുറത്ത് നോക്കിയാൽ നമുക്ക് നെല്ലിയാമ്പതി മലനിര കാണാൻ പറ്റും. ഇവിടെ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്ത് ഇവിടുന്ന് നമ്മൾ ചിങ്ങൻചിറ അമ്പലത്തിലേക്കാണ് കേട്ടോ പോയത്. ഈ അമ്പലത്തിനെ പറ്റി ആധികാരികമായിട്ടൊന്നും എനിക്കറിയില്ല. എല്ലാം വിസിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതും കൂടി വിസിറ്റ് ചെയ്യുന്നുള്ളൂ. ഓരോ വ്യക്തികളോട് അവിടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കെട്ടിത്തൂക്കണമെന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. കൊല്ലങ്കോട് ഇതിന് പുറമെ വളരെ മനോഹരമായ നല്ല സ്പോട്ടുകൾ വേറെ ഉണ്ട് കേട്ടോ. നമ്മൾ താമസിച്ചിട്ട് അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളെ വീഡിയോ നിർത്താണ്ട്.